ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഫോഴ്സ് ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ, അതായത് അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, അതിനെ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് എല്ലാ ഏരിയയിലും ഉള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് അത് സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ആയിട്ട് അല്ലേ, എല്ലാ ഏരിയയിലും എല്ലാ ഭാഗത്തും ഒരേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഏരിയ. അതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനത്തെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ചാർജ് പാർട്ടിക്കിളിനെ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മൂവ് ചെയ്യുക, അതിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. സോ എങ്ങനെയാണ് അതിൻ്റെ മോഷൻ ഉള്ളത് നമുക്ക് നോക്കാം. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഇൻ്റെ മുകളിലൊരു വെക്ടർ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഇലക്ട്രിക് ഫീൽഡിനെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മളൊരു ചാർജിനെ പ്ലേസ് ചെയ്തു, ക്യൂ എന്ന് പറയുന്ന ചാർജ്. ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിലായിരിക്കും ക്യൂ ചാർജ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതേപോലെ തന്നെ ക്യൂ ചാർജ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ കേട്ടോ. ഇനി ക്യൂ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ആ കാര്യം നമ്മൾ ഒന്നും കൂടി ഇവിടെ എഴുതാണ്. ഇഫ് ചാർജ് ഇസ് പോസിറ്റീവ്, ദ ചാർജ് വിൽ മൂവ് away from electric field അല്ലേ, away from electric field. അതേപോലെ തന്നെ if charge is negative, it will move towards the electric field. സോറി, അങ്ങോട്ട് മാറിപ്പോയി. ഇവിടെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ഇലക്ട്രിക് ഫീൽഡാണ് ഉണ്ടാവുക. ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. എഴുതിയൊരു ഇത് മാറ്റം വന്നിട്ടുണ്ട്. ഇഫ് ചാർജ് ഇസ് നെഗറ്റീവ്, ദ ചാർജ് വിൽ മൂവ് അവേ ഫ്രം ദ ഇലക്ട്രിക് ഫീൽഡ്. ഇഫ് ചാർജ് ഇസ് പോസിറ്റീവ്, ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ഇലക്ട്രിക് ഫീൽഡ്. ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ആ ചാർജ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് അവേ ഫ്രം ദ ഇലക്ട്രിക് ഫീൽഡ്. ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്ന് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണത്. സോ എന്താണ് ചോദ്യം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ ആണ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. അതായത് ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്, എ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡാണ് ഇ. ക്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഫോഴ്സ് ഉണ്ടാവുക ടുവേർഡ്സ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് ഉണ്ടാവുക എന്താണ്, അവേ ഫ്രം ദ ഇലക്ട്രിക് ഫീൽഡാണ് ഉണ്ടാവുക അല്ലേ. അവേ ഫ്രം ദ ഇലക്ട്രിക് ഫീൽഡാണ് ഉണ്ടാവുക. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ് ഇതൊരു നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്. ഇത് NCERT ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. NCERT നമ്മുടെ എക്സസൈസ് സെക്ഷനിലുള്ള ഒരു ചോദ്യം തന്നെയാണിത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, ഇവിടെ രണ്ട് ചാർജ് പ്ലേറ്റ്സ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ചാർജ് പ്ലേറ്റും ഒന്ന് നെഗറ്റീവ് ചാർജ് പ്ലേറ്റും. അതിൻ്റെ ഇടയിൽ രണ്ട് ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഷോ ചെയ്തിട്ടുള്ളത്. രണ്ടല്ല, മൂന്ന് ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഷോ ചെയ്തിട്ടുള്ളത്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ മൂന്ന് ചാർജസ് 1, 2, 3 ഈ മൂന്ന് ചാർജസിൻ്റെ സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അതേപോലെ തന്നെ ഏത് ചാർജിനാണ് ഏറ്റവും കൂടുതൽ E/m, അതായത് ചാർജ് ടു മാസ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ ഏത് ചാർജിനാണെന്നാണ് ചോദ്യം. 1-നാണോ 2-നാണോ 3-നാണോ. സോ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യാന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ചാർജിനെ പരിഗണിച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ചാർജിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യണത്, പോസിറ്റീവ് ചാർജിൻ്റെ അലോങ് ആണ് ഡിഫ്ലക്റ്റ് ചെയ്യണത് അല്ലേ. പോസിറ്റീവ് ചാർജിൻ്റെ അലോങ് ആണ് ഇത് എന്ത് ചെയ്യണത്, മൂവ് ചെയ്യണം. ഇങ്ങനെ പോയി അവസാനം ഇത് പോസിറ്റീവ് ചാർജുമായിട്ട് എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. രണ്ടും എന്ത് ചെയ്യാണ്, പരസ്പരം കൂട്ടിമുട്ടാണ്. സോ അത് കാരണം ഈ ഫസ്റ്റ് ചാർജിലെ ഇതെന്തുണ്ടാവുക,
ഇത് നെഗറ്റീവാണ് ഉണ്ടാവുക. കാരണം പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ആവുക ആര് മാത്രമാണ്? നെഗറ്റീവ് ചാർജാണ് അട്രാക്റ്റ് ആവുക. ഇപ്പോൾ 1 പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ആവുക ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ആവുകയാണ് ചെയ്യുക. പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. 1 പോസിറ്റീവ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യില്ല, ഇത് ഡിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക. 1 നെഗറ്റീവ് ആയാൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ, പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് പോവുള്ളൂ. സോ 1 നെഗറ്റീവാണ്. രണ്ടാമത്തെ ചാർജിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാർജ് മൂവ് ചെയ്യണത് അതും ടുവേർഡ്സ് ദ പോസിറ്റീവ് ചാർജാണ് എന്ത് ചെയ്യണത്, മൂവ് ചെയ്യണത്. ടുവേർഡ്സ് ദ പോസിറ്റീവ് ചാർജ് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അത് കാരണം 2 എന്ന് പറയുന്ന ചാർജ് എന്ത് തന്നെയാണ്, നെഗറ്റീവ് തന്നെയാണ്. തേർഡ് ചാർജിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിഫ്ലക്റ്റ് ആവണത് നെഗറ്റീവ് ചാർജിൻ്റെ അങ്ങോട്ടാണ് എന്ത് ചെയ്യണത്, അട്രാക്റ്റ് ആവണത് അല്ലേ. നെഗറ്റീവ് ചാർജിൻ്റെ അങ്ങോട്ടാണ് എന്ത് ചെയ്യണത്, ഡിഫ്ലക്റ്റ് ചെയ്യണത്. സോ അത് കാരണം ഈ തേർഡ് ചാർജ് പോസിറ്റീവാണ്. ഇതുവരെയുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇനി അടുത്ത പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് ചാർജ് ഹാവ് ഹൈ ചാർജ് ടു മാസ് റേഷ്യോ. അതായത് ചാർജ് ടു മാസ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ ഏത് ചാർജിനാണ് എന്നാണ് ചോദ്യം. സോ ചാർജ് ടു മാസ് റേഷ്യോ അധികം ആവണം വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ആർക്കാണോ സംഭവിച്ചത് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ചാർജ് ടു മാസ് റേഷ്യോ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ ആർക്കാണോ സംഭവിച്ചത് അതിനാണ് ഏറ്റവും കൂടുതൽ ചാർജ് ടു മാസ് റേഷ്യോ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം തേർഡ് ചാർജ് 3 എന്ന് പറയുന്ന ചാർജ് നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ലോണം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതേസമയം ഫസ്റ്റ് ചാർജിന് അത്ര സംഭവിച്ചിട്ടില്ല അല്ലേ, സെക്കൻഡ് ചാർജിന് ഒട്ടുമില്ല. ഫസ്റ്റിനെയും തേർഡിനെയും നമ്മൾ കമ്പയർ ചെയ്താൽ തേർഡിനാണ് കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുള്ളത്. തേർഡ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വളഞ്ഞിട്ടുണ്ട്. തേർഡ് ചാർജിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ചാർജ് ടു മാസ് റേഷ്യോ ഉള്ളത്. കാരണം തേർഡ് ചാർജിനാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടായിട്ടുള്ളത്, ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. സോ തേർഡ് ചാർജ് ഹാസ് ഹൈ ചാർജ് ടു മാസ് റേഷ്യോ. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ചാർജ് പ്ലേറ്റ് ആണ്. 2 ചാർജ് പ്ലേറ്റ്സ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ചാർജ് പ്ലേറ്റ്, ഒന്ന് നെഗറ്റീവ് ചാർജ് പ്ലേറ്റ്. ഇവരുടെ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ആവുമല്ലോ. പോസിറ്റീവ് ചാർജ് പ്ലേറ്റിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ആവും. എവിടുന്ന് എങ്ങോട്ടേക്ക്, പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക്. ഈ ഓരോ പ്ലേറ്റിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ d ആണ്. നമ്മളെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് d/2 ഡിസ്റ്റൻസ് മുകളിൽ, അതായത് ഇതിൻ്റെ നടുവിന്നായിട്ട് നമ്മളൊരു ചാർജ് പാർട്ടിക്കിളിനെ ഇവിടുന്ന് എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ ചാർജ് പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യണം വിത്ത് v0 വെലോസിറ്റി. v0 വെലോസിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാർജ് പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യണം. ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് m ആണ്, ചാർജ് എന്ന് പറയുന്നത് q ആണ് അല്ലേ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണ്. നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് d/2 ഡിസ്റ്റൻസ് മുകളിൽ നിന്ന് നമ്മളൊരു ചാർജ് പാർട്ടിക്കിളിനെ v0 വെലോസിറ്റിയിൽ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ചോദ്യം v0ൻ്റെ മിനിമം വാല്യൂ സച്ച് ദാറ്റ് ദ ചാർജ് q ജസ്റ്റ് ക്രോസസ് ദ പ്ലേറ്റ്. അതായത് ഈ ചാർജ് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് v0ൻ്റെ മിനിമം വാല്യൂ എത്രയാവണം എന്നാണ് ചോദ്യം. സോ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്കിവിടെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ പോലെ തോന്നുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഇതിനെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുക, ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വീഴൂല്ലേ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മോഷൻ ഉണ്ടാവുക. ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവിടെ ഗ്രാവിറ്റി ഇല്ല കേട്ടോ. ഗ്രാവിറ്റി ഫ്രീ സ്പേസ് ആണ്. ഗ്രാവിറ്റി ഫ്രീ സ്പേസ്, ഇത് ഗ്രാവിറ്റി ഫ്രീ സ്പേസ് ആണ്. സോ ഇവിടെ ഗ്രാവിറ്റി ഇല്ല, പക്ഷെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യണത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാം പോസിറ്റീവ് ചാർജ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് ടുവേർഡ്സ് ആണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ് മൂവ് ചെയ്യണത് അതേ ഡയറക്ഷനിലാണ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അത് കാരണം പോസിറ്റീവ് ചാർജിന് ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു മോഷൻ ഉണ്ടാവും. ഇങ്ങോട്ടൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ മൂവ് ചെയ്യണു. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കാരണം അത് ഒരു ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു ഫോഴ്സും ആക്ട് ചെയ്യണു. രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആവുന്ന സമയത്ത് അത് എന്താവണം, ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ രൂപത്തിൽ അത് മാറാണ് അല്ലേ. ഇങ്ങനെയുള്ള ഇത് നമ്മൾ കൊടുത്ത ഫോഴ്സ്, ഇങ്ങനെയുള്ള ഫോഴ്സ് നമ്മൾ കൊടുത്തത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഇത് പോരാതെ
ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. കാരണം ഈ ചാർജ് പാർട്ടിക്കിൾ എന്താണ്, പോസിറ്റീവാണ് അല്ലേ, ചാർജ് പാർട്ടിക്കിൾ പോസിറ്റീവാണ്. അത് കാരണം ഇതിനൊരു ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ, ഡൗൺവേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. അത് കാരണം ഇതിൻ്റെ നെറ്റ് പാത്ത് എന്തായി മാറാണ്, ഒരു പാരബോളിക് പാത്തായിട്ട് മാറാണ്, ഒരു ഇങ്ങനെയുള്ള ഒരു പാത്തായിട്ട് എന്ത് ചെയ്യാണ്, മാറാണ്. ഇവിടെ ഗ്രാവിറ്റി ഫ്രീ സ്പേസ് തന്നെയാണ്, ഗ്രാവിറ്റി ഫ്രീ സ്പേസ് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് താഴത്തേക്ക് വീഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം എന്താണ്, ഇത് ഈ രണ്ട് ചാർജ് പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഈ ചാർജ് വരുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിന് എലോങ് ആണ് എന്ത് ചെയ്യുക, പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. അത് കാരണം എന്താണ്, ഇലക്ട്രിക് ഫീൽഡിന് അലോങ് ആണ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. അത് കാരണം ഇതൊരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഡൗൺവേർഡും ഉണ്ട്, ഒപ്പം ഇങ്ങനെ നമ്മൾ കൊടുത്ത ഫോഴ്സ് കാരണം ഇതിൻ്റെ നെറ്റ് പാത്ത് എന്തായി മാറാണ്, പാരബോളിക് ആയിട്ട് മാറാണ്. സോ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ്റെ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. അവിടെ ആ ജീൻ്റെ സ്ഥാനത്ത് നമുക്ക് വേറെ ആക്സിലറേഷനാണ് വരാമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. പ്രൊജക്ടൈൽ മോഷൻ്റെ ഇക്വേഷൻസ് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ ഉണ്ട്, അതേപോലെ തന്നെ വൈ ഡയറക്ഷനിലുള്ള മോഷൻ ഉണ്ട് അല്ലേ. എക്സ് ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലുള്ള മോഷൻ, അതായത് അവിടെ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇതുമില്ല. വൈ ഡയറക്ഷനിലാണ് എന്തുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യണത്, വൈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യണത്, എക്സ് ഡയറക്ഷനിൽ ഒന്നുമില്ല. സോ ഇങ്ങനെ രണ്ട് പാത്താണ് നമുക്കുള്ളത്. സോ എക്സ് ഡയറക്ഷനിൽ നമ്മൾ മോഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എത്രയാണ്, ഇനീഷ്യലി എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി V0 ആണ് അല്ലേ. ഇനീഷ്യലി എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി V0 ആണ്. നമ്മൾ ആ വെലോസിറ്റിയിലാണല്ലോ അതിനെ എന്ത് ചെയ്യണത്, ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണത് അല്ലേ, ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണത് ആ വെലോസിറ്റിയിലാണ്. സോ ഇനീഷ്യലി എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി V0 ആണ്. ഇനീഷ്യലി വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി 0 ആണ്. ഇനീഷ്യലി ഒരു വെലോസിറ്റി ഇല്ല വൈ ഡയറക്ഷനിൽ. പിന്നീടാണ് അത് എന്ത് ചെയ്യുക, ഇവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി കൂടി എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി സെയിം ആയിട്ട് തന്നെ തുടരും, പക്ഷേ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കൂടിയിട്ട് അവസാനം ഒരു മാക്സിമം ലെവലിലെത്തും. ഇനീഷ്യലി എത്രയാണ്, വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നെ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ വല്ലതുണ്ടോ, എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഒന്നും ആക്ട് ചെയ്യില്ല അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്, ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണില്ല. അത് V0 വെലോസിറ്റിയിൽ തന്നെ എന്ത് ചെയ്യും, V0 വെലോസിറ്റിൻ്റെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്താലല്ലേ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വൈ ഡയറക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0 മാക്സിമത്തിലേക്ക് പോവാണ്, പക്ഷേ എക്സ് ഡയറക്ഷനിൽ ഇത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് V0 തന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലേ. എക്സ് ഡയറക്ഷനിൽ എന്തില്ല, ആക്സിലറേഷൻ ഇല്ല. സോ AX = 0. AX 0 ആവാൻ കാരണം എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സിലറേഷനും ഇല്ല, അത് കാരണമാണ് AX 0 ആയത്. അതേപോലെ തന്നെ AY, വൈ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടോ, ഉണ്ട്. എന്ത് കാരണമുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ആക്സിലറേഷൻ ഉണ്ട്. സോ അത് എത്രയാണ് നമുക്കറിയാം, ഫോഴ്സ് നമുക്കറിയാം F = എന്താണ്, QE ആണ് അല്ലേ, F = QE. സോ ഈ F എന്തിന് ഈക്വലാണ്, MA ഈക്വൽ അല്ലേ. സെക്കൻഡ് ലോ ഓഫ് എന്താണ്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പ്രകാരം F എന്തിന് ഈക്വലാണ്, MA ഈക്വലാണ്. അതിന് നമുക്ക് A = എന്ത് കിട്ടും, QE/m. അതായത് ഇതിൻ്റെ വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനാണ് ഇത് തന്നെയാണ് AY അല്ലേ. വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എത്രയാണ്, QE/m ആണ്, QE/m. പിന്നെ SX, അതായത് എക്സ് ഡയറക്ഷനിലുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്താ കാണേണ്ടത്, അത് ആ പ്ലേറ്റ് ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്തുള്ള, അങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ട V0 മിനിമം വെലോസിറ്റിയാണ്. നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് ജസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടുള്ളൂ. സോ എക്സ് ഡയറക്ഷനിലുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, L ആണ് അല്ലേ, അതായത് ആ പ്ലേറ്റിൻ്റെ ലെങ്ത്. സോ SX എത്രയാണ്, L. SY എത്രയാണ്, വൈ ഡയറക്ഷനിലുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അത് ഇവിടുന്ന് താഴത്തേക്ക് വീഴാണ് അല്ലേ, ഇങ്ങനെ പോയിട്ട് താഴത്തേക്ക് വീഴല്ലേ. ആദ്യം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നത്, ഇങ്ങനെ പോയിട്ട് താഴത്തേക്ക് വീഴില്ല. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഇതെത്രയാണ്, ഇത് D/2 ആണ്. സോ SY എത്രയാണ്, D/2 അല്ലേ. SY എത്രയാണ്, D/2. SX എത്രയാണ്, L. ഇനി ഇവിടെ നമ്മൾ S = UT + ½ AT². ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ SXൻ്റെ വാല്യൂ L അല്ലേ, UXൻ്റെ വാല്യൂ V0 × T. A എത്രയാണ്, 0 ആണ്, അത് കാരണം ഈ ടേബ് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇത്രയാണ് വരാം. ഇതിന് നമുക്ക് ടൈം T =
വി നോട്ട് എന്ന് വരും അല്ലേ. ഇതൊന്ന് നമുക്ക് ടൈം ടി ഈസ് ഈക്വൽ ടു എൽ ബൈ വി നോട്ട് എന്ന് വരും. സോ ഇവിടെ നിന്ന് നമുക്ക് ടി ഈസ് ഈക്വൽ ടു എന്ത് വന്നു, എൽ ബൈ വി നോട്ട് എന്ന് വന്നു അല്ലേ. ടി ഈസ് ഈക്വൽ ടു എൽ ബൈ വി നോട്ട്. ഇനി എക്സ് ഡയറക്ഷനിൽ അത് എത്രയാണോ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യണത്, ആ ചാർജ് പാർട്ടിക്കിൾ എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണോ കവർ ചെയ്യണത് അതേ അതിനെടുത്ത ടൈമും അതേപോലെ തന്നെ വൈ ഡയറക്ഷനിൽ അത് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമും ഈക്വൽ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ടൈം ടേക്കൻ ഫോർ കംപ്ലീറ്റിംഗ് ദ എക്സ് ഡയറക്ഷൻ അല്ലേ, എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ദ ടൈം ടേക്കിംഗ് ഫോർ കംപ്ലീഷൻ ഓഫ് വൈ ഡിസ്പ്ലേസ്മെന്റ്. എക്സിൽ എത്രയാണോ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം അത് തന്നെയാണ് വൈനും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ടൈം. സോ ഇവിടെ നമ്മൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, എസിൻ്റെ വാല്യൂ d/2, d/2 ഇസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ 0 ആണ്, അപ്പോൾ ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി, പ്ലസ് ഹാഫ് എ വൈൻ്റെ വാല്യൂ QE/m ഇൻറ്റു ടി എന്നാണ് വരിക. അതൊന്ന് ടി ഇസ് ഈക്വൽ ടു എത്ര വരും, ടി ഇസ് ഈക്വൽ ടു 2 ഇവിടുന്ന് ക്യാൻസൽ ആവും, MD/QE എന്ന് വരും അല്ലേ. MD/QE ആണ് എന്ത് വരിക, ടി വരിക. ഈ ടിയും ഈക്വൽ ആണ്. ടൈം ടേക്കൻ ഫോർ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ടൈം ടേക്കൻ ഫോർ വൈ ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് എത്ര വരും, MD/QE ഈക്വൽ ടു L/V0 അല്ലേ. അതൊന്ന് നമുക്ക് സോറി ഇവിടെ ടി സ്ക്വയർ അല്ലേ വരാം, ഹാഫ് ഇവിടെ ടി സ്ക്വയർ ആണ് വരും, സോറി ഹാഫ് ഇൻറ്റു QE/m ഇൻറ്റു ടി സ്ക്വയർ വരാം. സോ ടി സ്ക്വയർ എന്നതിന് ഈക്വലാണ് MD/QE അല്ലേ. സോ ഇവിടെ വരാം √MD/QE ഈക്വൽ ടു L/V0 എന്ന് വരും അല്ലേ. √QE/MD/QE ഇസ് ഈക്വൽ ടു L/V0. അതൊന്ന് നമുക്ക് V0 ഇസ് ഈക്വൽ ടു എത്ര വരും, V0 ഇസ് ഈക്വൽ ടു L√QE/MD എന്നാണ് നമുക്ക് എന്ത് കിട്ടുക, ആൻസർ കിട്ടുക, L√QE/MD അല്ലേ. അതാണ് V0ൻ്റെ മിനിമം വാല്യൂ. ഇത്ര വെലോസിറ്റി ഉണ്ടെങ്കിൽ, ഇത്ര ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ, എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇത്ര ആയാൽ മാത്രമാണ് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പ്ലേറ്റിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇത്ര വെലോസിറ്റി ആ ചാർജ് പാർട്ടികൾ ഗെയിൻ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമാണ് ഈ ചാർജർ പ്ലേറ്റിനെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രോസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. എല്ലാവർക്കും ഒന്ന് ചെയ്ത 2 പ്രോബ്ലങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്